മൈഡിയർ കുട്ടിച്ചാത്തൻ കണ്ട നാൾ മുതൽ ഒരു 3D ചിത്രം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ശ്രീ സഞ്ജയ് സുരേന്ദ്രൻ ഒരു സബ്ജക്റ്റ് വന്ന് പറയുകയും കുട്ടികളെ വച്ച് ഒരു UP സ്കൂളിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു സബ്ജക്റ്റ് നല്ല നർമ്മവും നല്ലൊരു സന്ദേശവുമുള്ള കുട്ടികളെ നായകന്മാരായിട്ടുള്ള ആ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഇതൊരു 3D ചിത്രത്തിന് പറ്റിയ സബ്ജക്റ്റാണെന്ന് തോന്നുകയും അതിനെക്കുറിച്ച് എൻ്റെ പല കൂട്ടുകാരോടും എൻ്റെ സിനിമാ ലോകത്തെ പല സഹപ്രവർത്തകരോടും അഭിപ്രായം ചോദിച്ചപ്പോൾ ഈ സബ്ജക്റ്റ് കുട്ടിച്ചാത്തന് ശേഷമുള്ള ഏറ്റവും നല്ലൊരു 3D ചിത്രത്തിന് പറ്റിയ സബ്ജക്റ്റ് ആയിരിക്കുമെന്ന് അവർ പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഒരു 3D ചിത്രത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. 3D ചിത്രം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു ക്യാമറമാനെ ആണ് ആദ്യം ഞാൻ തിരഞ്ഞത്. അപ്പോഴാണ് എല്ലാവരുടെയും അഭിപ്രായത്തിൽ ശ്രീ KP നമ്പ്യാരിയാണ് മൈഡിയർ കുട്ടിച്ചാത്തൻ്റെ സെക്കൻഡും തേർഡും ഷെഡ്യൂൾ ചെയ്തതെന്ന് അറിയുവാൻ കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുകയും അദ്ദേഹം വഴി എപ്പിക് സ്റ്റുഡിയോ എന്ന ആ ഒരു വലിയ സ്റ്റുഡിയോ ഉടമ ജീമോനുമായി ബന്ധപ്പെട്ട് 3Dയെക്കുറിച്ച് സംസാരിക്കുകയും അവർക്ക് ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി ഇത് ഞങ്ങൾ ചെയ്തു തരാമെന്ന് ഏൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ഉദയമെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും.